ഭർത്താവും കുടുംബവുമായിരുന്നു ആഗ്രഹം. അത് വിധിച്ചിട്ടില്ലെന്ന് പതിയെ മനസ്സിലായി. രേഖ രതീഷ്. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. സീരിയൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് രേഖ രതീഷ്. സീരിയൽ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള രേഖ നിരവധി ശ്രദ്ധേയ സീരിയലുകളിൽ അഭിനയിച്ചു. പരസ്പരം സീരിയലിലെ പത്മാവതി എന്ന കഥാപാത്രം വൻ ജനപ്രീതി നേടി. സീരിയൽ അവസാനിച്ച വർഷങ്ങൾക്കിപ്പുറവും ഈ കഥാപാത്രം പ്രേക്ഷകർ മറന്നിട്ടില്ല. സീരിയൽ രംഗത്ത് സ്വന്തം ശബ്ദം കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന നടിയാണ് രേഖ. അഭിനയ മികവുള്ള രേഖ സിനിമാ രംഗത്തായിരുന്നു തിളങ്ങേണ്ടത് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ 100% പൂർണ്ണതയോടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ രേഖയ്ക്ക് കഴിയാറുണ്ട്. ഇപ്പോഴിതാ തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രേഖ. പ്രൈം മലയാളവുമായുള്ള അഭിമുഖത്തിലാണ് രേഖ മനസ്സ് തുറന്നത്. താൻ അഭിനയ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് രേഖ പറയുന്നു. എന്റെ അച്ഛനും അമ്മയും ഈ ഫീൽഡിൽ ഉള്ളവരാണ്. ചെറുപ്പം തൊട്ടേ നമ്മളെ കാണുന്നത് സിനിമാക്കാരായാണ്. പക്ഷേ എനിക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. അഭിനയിക്കണമെന്ന താല്പര്യം കുഞ്ഞിലേ തൊട്ട് ഇല്ല. വീട്, ഭർത്താവ്, മക്കൾ ഒക്കെയായിരുന്നു ആഗ്രഹം. കുടുംബമായി കഴിയണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. എന്റെ വിധിയിൽ എനിക്കത് എഴുതിയിട്ടേ ഇല്ല എന്നത് പതുക്കെ മനസ്സിലായി. പിന്നെ ഞാനത് വിട്ടു. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ പ്രൊഫഷനാണ്. നിങ്ങൾ സിനിമയിൽ വരേണ്ട ആളാണെന്ന് എല്ലാവരും പറയും. പറയുന്നവർക്ക് പറയാം. ചുമ്മാ ഇരിക്കുന്ന നമ്മളെ ഇളക്കി വിടും. അവിടെ പോയാലും ഈ അഭിനയിക്കുന്നതല്ലേ ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ പറയും. വർക്കുള്ള ദിവസമാണെങ്കിലും രാവിലെ 4:30 എഴുന്നേൽക്കും. അടിച്ചുവാരി എല്ലാം റെഡിയാക്കും. എനിക്ക് എടുത്തത് എടുത്ത സ്ഥലത്ത് വെക്കണം. അത് മാറിയാൽ ഞാൻ മാറും. കുഞ്ഞിലെ തൊട്ട് മകനെ അങ്ങനെ വളർത്തിയത് കൊണ്ട് അവനാ ട്യൂൺ അറിയാം. എന്റെ ചിട്ടകൾ അവനറിയാം. വീട് വൃത്തിയായും ഭംഗിയായും വെക്കുന്നത് തനിക്കിഷ്ടമാണെന്ന് രേഖ പറയുന്നു. ടെലിവിഷൻ ഷോകളിലും സിനിമകളിലും ആർട്ടിസ്റ്റിന് ഡ്രസ്സ് കൊടുക്കും. സീരിയലിൽ ഒരു ആർട്ടിസ്റ്റിനും ഡ്രസ്സ് കൊടുക്കില്ല. പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് സീരിയലിൽ അഭിനയിക്കാൻ വന്നാൽ അവർ പറഞ്ഞാൽ കോസ്റ്റ്യൂമുകൾ കൊടുക്കുമെന്നും രേഖ ചൂണ്ടിക്കാട്ടി. 4 വിവാഹ ബന്ധങ്ങളാണ് രേഖയുടെ ജീവിതത്തിൽ ഉണ്ടായത്. 2000 ഏപ്രിലിൽ ആയിരുന്നു ആദ്യ വിവാഹം. ഇതേ വർഷം ഡിസംബറിൽ ബന്ധം പിരിഞ്ഞു. പിന്നീടുണ്ടായ വിവാഹ ബന്ധങ്ങളും വേർപിരിയലിൽ അവസാനിച്ചു. അയാൻ എന്നാണ് രേഖയുടെ മകന്റെ പേര്. അഭിനയ രംഗത്ത് രേഖ ഇന്നും സജീവമാണ്. രേഖയുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ കമന്റുകളും രേഖയ്ക്ക് നേരെ വരാറുണ്ട്.